Twins News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കീം 2025 അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അനുസരിച്ചാണ് നമ്മുടെ സാധ്യതകൾ. ജെഇഇ മെയിൻ 2025 ആദ്യ സെഷൻ ബി-ആർക്ക് ബി പ്ലാനിംഗ് പെർസെന്റൈൽ സ്കോർ പ്രസിദ്ധീകരിച്ചു. IIT ഹൈദരാബാദ് പ്രവേശനം UGEE എക്സാം ഏപ്രിൽ 19-ന്. ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബിടെക് പ്രവേശനം അപേക്ഷ ക്ഷണിച്ചു. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള കേരള ഓൺലൈൻ അപേക്ഷ മാർച്ച് 10-ന് അവസാനിക്കും. MBBS ഉൾപ്പെടുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബി-ഫാം, ആർക്കിടെക്ചർ എന്നീ 4 കോഴ്സുകൾക്കാണ് കുട്ടികൾക്ക് ഒരൊറ്റ അപേക്ഷയിലൂടെ തിരഞ്ഞെടുക്കാവുന്നത്. വിശദാംശങ്ങളിലേക്ക്. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള കേരള ഓൺലൈൻ അപേക്ഷ മാർച്ച് 10-ന് അവസാനിക്കും. MBBS ഉൾപ്പെടുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബി-ഫാം, ആർക്കിടെക്ചർ എന്നീ 4 കോഴ്സുകൾക്കാണ് കുട്ടികൾക്ക് ഒരൊറ്റ അപേക്ഷയിലൂടെ തിരഞ്ഞെടുക്കാവുന്നത്. അപേക്ഷയോടൊപ്പം ഓരോ വിദ്യാർത്ഥി സമർപ്പിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള അർഹതയും മറ്റ് ബന്ധപ്പെട്ട റിസർവേഷനുകളും ലഭിക്കുന്നത്. കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ, ഡേറ്റ് ഓഫ് ബർത്ത്, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്, ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവയാണ് അപേക്ഷിക്കുന്ന എല്ലാവരും സമർപ്പിക്കേണ്ട ഏറ്റവും ആവശ്യമായ ഡോക്യുമെന്റ്സ്. OBC, EWS, SC, ST, OEC, മൈനോറിറ്റി, NRI, എക്സ് സർവീസ്മാൻ, ഡിഫൻസ് കോട്ട, ഫിഷർമാൻ റിസർവേഷൻ, കൃഷിക്കാരുടെ മക്കൾക്കുള്ള സംവരണം ഇവയ്ക്കെല്ലാം വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന രേഖകൾ കൃത്യമായും എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്യുകയും അർഹമായ എല്ലാ റിസർവേഷൻസും കുട്ടികൾക്ക് ലഭ്യമാക്കുകയും ചെയ്യും. എന്നാൽ അപേക്ഷയോടൊപ്പം റിസർവേഷൻസ് കാണിക്കുകയും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാതിരിക്കുകയും ചെയ്താൽ ജൂൺ മാസത്തിൽ എൻട്രൻസ് കമ്മീഷണർ വെബ്സൈറ്റ് വഴി ഒരു മെമ്മോ തരികയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാൻ സമയം അനുവദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അപേക്ഷയോടൊപ്പം നാം ഇപ്പോൾ സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അവ യഥാസമയം നമ്മളെ അറിയിക്കുകയും പുതിയ മാറ്റം വരുവാൻ സാവകാശം അനുവദിക്കുകയും ചെയ്യും. അപേക്ഷയോടൊപ്പം കോഴ്സുകൾ കൂട്ടിച്ചേർക്കുവാനും പിന്നീട് അവസരമുണ്ടാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ഓൺലൈൻ പരീക്ഷകൾ ഏപ്രിൽ 24 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. NIT, IIT, ബി-ആർക്ക് ബി പ്ലാനിംഗ് പ്രവേശനത്തിനായുള്ള പേപ്പർ 2A, 2B പെർസെന്റൈൽ സ്കോർ പ്രസിദ്ധീകരിച്ചു. ജനുവരി 30-ന് നടന്ന ആദ്യ സെഷന്റെ സ്കോറാണ് ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ബി-ആർക്കിന് കേരളത്തിൽ നിന്ന് ഫാത്തിമ നസ്രീൻ ടോപ്പ് സ്കോററായി. ബി പ്ലാനിങ്ങിന് തിമോത്തി ഫിലിപ്പും. ഇപ്പോൾ ലഭിച്ച സ്കോർ വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഏപ്രിൽ 1 മുതലുള്ള രണ്ടാമത്തെ സെഷനും അറ്റൻഡ് ചെയ്യാം. ഏപ്രിൽ 17-നാണ് ഉയർന്ന പെർസെന്റൈൽ സ്കോർ അനുസരിച്ച് ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുന്നത്. ജൂൺ 3 മുതൽ ജോസ സീറ്റ് അലോക്കേഷനിൽ NIT, IIT ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി jemain.nta.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. IIT ഹൈദരാബാദിലെ കമ്പ്യൂട്ടർ സയൻസിലെയും ഇലക്ട്രോണിക്സിലെയും ബിടെക് പ്രവേശനത്തിനായുള്ള പ്രവേശന പരീക്ഷ UGEE അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഏപ്രിൽ 19-ന് അപേക്ഷ ആരംഭിച്ചു. വെബ്സൈറ്റ് ugadmissions.iit.ac.in. ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി മാർച്ച് 23. 60 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സബ്ജക്ട് പ്രൊഫഷൻസി ടെസ്റ്റും 120 മിനിറ്റുള്ള റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അതിനുശേഷം ഇന്റർവ്യൂവുമാണ് പ്രവേശന മാനദണ്ഡം. കൂടുതൽ വിവരങ്ങൾക്കായി iith.ac.in സന്ദർശിക്കുക. ജെഇഇ മെയിൻ 2025 ഓൾ ഇന്ത്യ റാങ്ക് ഉപയോഗിച്ച് പൂനെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബിടെക് പ്രവേശനം AITpune.com എന്ന വെബ്സൈറ്റ് വഴി പ്രത്യേകം അപേക്ഷിക്കണം. ഏപ്രിൽ 15-നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി. മാർച്ച് 17-ന് ജെഇഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് വന്നതിന് ശേഷം പെർസെന്റൈൽ സ്കോർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായി AITpune.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.